എൻ്റെ പേര് ദർശന ജോർജ്. ഞാൻ കൊല്ലം ശക്തികുളങ്ങര സെൻറ്റ് ജോൺ ഡി ബ്രിട്ടോ ഇടവക അംഗമാണ്. ഞാൻ 2023 ഉടമ്പടി എടുക്കുന്നത്, മാർച്ച് മാസം. ന്യൂസിലൻഡിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. അപ്പോൾ എനിക്ക് സ്റ്റുഡൻറ്റ് വിസ കിട്ടണം, അതായിരുന്നു എൻ്റെ പ്രൈമറി ആവശ്യം. ഞാൻ കൊച്ചുനാൾ മുതലേ പഠിക്കാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. സോ അതുകൊണ്ട് തന്നെ ന്യൂസിലൻഡിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാനായിരുന്നു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ ഞാൻ എൻ്റെ ആപ്ലിക്കേഷൻ ന്യൂസിലൻഡിലുള്ള ടോപ്പ് യൂണിവേഴ്സിറ്റിയായ ഓക്ലൻഡ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിയിലാണ് ഞാൻ അപ്ലൈ ചെയ്തത്. എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി, മാസ്റ്റേഴ്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി പ്രൊജക്ട് മാനേജ്മെൻറ്റ്. എനിക്ക് അവിടെ അമ്മ മാതാവ് എനിക്ക് വലിയ അനുഗ്രഹം തന്നു. അതായത് അവിടെ എനിക്ക് നല്ലൊരു അഡ്മിഷൻ തന്ന് എനിക്കെല്ലാം ശരിയാക്കി തന്നു മാതാവ്. ഒരു കുഴപ്പമില്ലാതെ എനിക്ക് കറക്റ്റ് സമയത്ത് തന്നെ എനിക്ക് സ്റ്റുഡൻറ്റ് വിസ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എനിക്ക് ഈ വർഷം തന്നെ എൻ്റെ മാസ്റ്റേഴ്സ് ഡിഗ്രി എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. എനിക്ക് നല്ല മാർക്കോടുകൂടെയാണ് മാതാവ് എനിക്ക് എൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് എൻ്റെ കയ്യിലോട്ട് തന്നത്. എല്ലാ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്തും എൻ്റെ കയ്യിൽ കാശ് രൂപം ഉണ്ടായിരുന്നു. കാശ് രൂപം വെച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഏതൊരു അസൈൻമെൻറ്റ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എല്ലാ അസൈൻമെൻറ്റിനും എനിക്ക് നല്ല മാർക്കോട് തന്നെയാണ് മാതാവ് എനിക്ക് കംപ്ലീഷൻ തന്നത്. ലാസ്റ്റ് സെമസ്റ്ററിന് എനിക്കൊരു റിസർച്ച് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. റിസർച്ച് പ്രൊജക്റ്റ് എനിക്ക് അത്യാവശ്യം നല്ല പാടായിരുന്നു. കാരണം ഞാൻ വർക്ക് ചെയ്യാത്ത ഒരു മേഖലയിലാണ് ഞാൻ റിസർച്ച് പ്രൊജക്റ്റ് ചെയ്തത്, ഡെവോപ്സിൽ. എനിക്ക് ഡെവോപ്സിൽ ഒരു മുൻ എക്സ്പീരിയൻസും ഇല്ല, കാരണം ഞാൻ വർക്ക് ചെയ്തത് മൊത്തം ക്ലൗഡിലാണ്. അപ്പോൾ എനിക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തൊക്കെ ആയാലും ചില കാര്യങ്ങളൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ എൻ്റെ സൂപ്പർവൈസറിൻ്റെ അടുത്ത് ഞാൻ ചോദിക്കുമെങ്കിൽ പോലും എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഗൈഡൻസ് ഒന്നും എൻ്റെ റിസർച്ച് പ്രൊജക്റ്റിൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോഴും ഞാൻ വിശ്വസിച്ചിരുന്നത് മാതാവ് എന്നെ കാത്തോളും, എനിക്ക് നല്ല മാർക്ക് തിരുക്കുമാറിൻ്റെ നിന്ന് എനിക്ക് മേടിച്ചു തരും എന്ന് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ റിസർച്ചിൻ്റെ ഒരു ഫൈനൽ ഡേറ്റ് നമുക്ക് വന്നു. അപ്പോഴും ഞാൻ റിപ്പോർട്ടൊന്നും ഞാൻ ചെയ്തു പോലും തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അത്രയും നാൾ ഡേറ്റ കളക്ഷൻ നമ്മൾ സൂപ്പർവൈസറിൻ്റെ അടുത്ത് ഒരു കാര്യം ചെയ്തുകൊണ്ട് പോകുമ്പോൾ ലാസ്റ്റ് നിമിഷം ഇതാ. അപ്പം ഒരു സ്ഥിരതയില്ലായിരുന്നു ഞാൻ ചെയ്തതിനൊന്നും. അപ്പോൾ റിസർച്ച് പ്രൊജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ഫൈനൽ ഡേറ്റ് വന്നു. ഞാൻ പയ്യെ ചെയ്തു തുടങ്ങിയ സമയത്ത് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് എത്തി. അന്ന് ഞാൻ സബ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ ലാസ്റ്റ് ഒരു റിസൾട്ട്സ് അനാലിസിസ് എന്നൊരു സാധനമുണ്ട്. അതിലാണ് നമ്മൾ ഇത്രയും നാൾ റിസർച്ച് ചെയ്തത് നമ്മൾ ആഡ് ചെയ്യേണ്ട ടേബിൾ. ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ കൈതട്ടിയാണോ എനിക്കറിയില്ല, ആ ടേബിൾ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഡിലീറ്റായിപ്പോയി. അതായത് എൻ്റെ മാർക്ക് മൊത്തവും ആ ടേബിളിൻ്റെ അകത്താണ്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായി. ഞാനിങ്ങനെ തീർന്നു, എൻ്റെ ഈ മാസ്റ്റേഴ്സ് ഡിഗ്രി എനിക്കിനി കിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റിസൾട്ടാണ് എൻ്റെ മാർക്ക്. അപ്പം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ചു. എൻ്റെ അടുത്ത് എൻ്റെ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞ് ഞാൻ പൊട്ടി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ റിസൾട്ട് പോയി. എൻ്റെ കയ്യിൽ ബാക്കപ്പ് ഒന്നും ഞാൻ എടുത്തു വെച്ചിട്ടില്ല. കാരണം ഇപ്പോഴാണ് ഞാൻ എഡിറ്റ്. കാരണം ഇനി ഒരു 15-20 മിനിറ്റ് ഞങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ സുഹൃത്തും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ വളരെ വിഷമത്തോടെ ഇരുന്ന സമയത്ത് ഞാൻ എന്നും എൻ്റെ ലാപ്ടോപ്പിൽ തൈലം തേച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ അതിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ തനിയെ ഇങ്ങനെ പൊങ്ങിപ്പോവാണ്. അപ്പം എനിക്കത് ഭയങ്കരമായിട്ട് ഇങ്ങനെ അതിശയം തോന്നി. കാരണം എൻ്റെ കൈ ആ കീപാഡിലില്ല, എൻ്റെ ലാപ്ടോപ്പ് ടച്ചാണ്. അപ്പം എൻ്റെ കൈ ആ ലാപ്ടോപ്പിൻ്റെ ടച്ച് സ്ക്രീനിലില്ല. പക്ഷെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു, എൻ്റെ സുഹൃത്തും കണ്ടുകൊണ്ടിരിക്കുവാണ്. എൻ്റെ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ തനിയെ ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു. അപ്പം ഞാനിങ്ങനെ ഞെട്ടി. ഞാൻ വിചാരിച്ചത് എന്തോ എൻ്റെ ലാപ്ടോപ്പ് ചീത്തയെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പിന്നെ ഞാൻ താഴോട്ട് ഇങ്ങനെ കുറച്ച് സ്ക്രോൾ ചെയ്ത് ആ ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ നിന്നു. ഞാൻ താഴോട്ടൊന്ന് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് നോക്കിയപ്പം എന്താണ് ഞാൻ ഡിലീറ്റായി പോയെന്ന് ഞങ്ങളെല്ലാവരും കണ്ടത്, അത് തിരിച്ച് വന്ന് കിടക്കുന്നു. അപ്പം ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു അതിൻ്റെ മാതാവ് എനിക്ക് ലാസ്റ്റ് നിമിഷം എനിക്ക് തന്ന ഒരു ഗിഫ്റ്റായിട്ടാണ് ഞാനത് മനസ്സിലാക്കുന്നത്. ഇതെൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഇപ്പം ന്യൂസിലൻഡിൽ ഭയങ്കരമായിട്ടുള്ള റിസഷൻ വന്നിരിക്കുന്ന ഒരു സമയത്താണ്. അപ്പം എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ ന്യൂസിലൻഡിൽ പോയത് ഒരു മോശം സമയത്താണ്. കാരണം ഞാൻ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഓറക്കിളിലാണ്. ഓറക്കിളിലെ ക്ലൗഡ് എഞ്ചിനീയറായിട്ടാണ് ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ വളരെ വലിയൊരു ഡിസിഷനാണ് ഞാൻ അവിടെ എടുത്തത്. ഇത്രയും നല്ലൊരു ജോലി കളഞ്ഞിട്ട് ഞാൻ ന്യൂസിലൻഡിൽ പോകുന്നത് ഒരു നല്ലൊരു തീരുമാനമാണോ എന്നൊക്കെ എനിക്ക് എപ്പോഴും ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നാലും ഞാൻ റിസ്ക് എടുത്ത് ഞാൻ ന്യൂസിലൻഡിൽ പോയി. അപ്പോഴും എല്ലാവരും ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു ജോലി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്, ചെയ്യുന്ന ഡിസിഷൻ ഒന്നുകൂടെ ആലോചിക്കണം എന്നൊക്കെ. അപ്പം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് വിഷമിച്ച സമയത്ത്
ഞാൻ എന്നും വൈകുന്നേരം ഞാൻ മാതാവിൻ്റെ അടുത്ത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും മാതാവായിട്ട്. ഞാൻ പറഞ്ഞു, മാതാവേ, ഞാൻ വന്നത് തെറ്റായിപ്പോയോ, ഇതെൻ്റെ രാജ്യമല്ലേ എന്ന് ഞാനിങ്ങനെ എപ്പോഴും ചോദിക്കും. അപ്പം എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ എപ്പോഴും പറയും, അങ്ങനെ ചിന്തിക്കരുത്, ഇവിടെ നമ്മൾ വന്നതിനൊരു പേർപ്പസ് ഉണ്ട്. ആ പേർപ്പസ് എന്തായാലും മാതാവാണ് നമ്മളെ കൊണ്ടുവന്നത്, അതാണ് നമ്മുടെ പേർപ്പസ്. സോ അതെന്തായാലും നമുക്ക് മാതാവ് കറക്റ്റായിട്ട് എന്നെ തരും എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ ലിങ്ക്ഡിൻ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്, നമ്മൾ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ആ ആപ്ലിക്കേഷൻ വഴിയാണ് അവിടെ എല്ലാം നമ്മൾ ജോലി ഇങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ചെയ്യുന്ന എല്ലാ സബ്മിഷനിലും ഞാൻ എണ്ണ വച്ച് കുരിശ് വരയ്ക്കും എൻ്റെ ലാപ്ടോപ്പിൽ. എൻ്റെ മനസ്സിൽ കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കും, മാതാവേ, ഇതെനിക്കുള്ള ജോലി ആയിരിക്കണേ എന്ന്. ആദ്യത്തെ 2 എണ്ണമൊക്കെ റിജക്ഷൻ വന്ന സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇനി മൊത്തവും ഇത് തന്നെ ആയിരിക്കുമോ എന്നെനിക്കൊരു പേടിയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ എന്നും എൻ്റെ ലാപ്ടോപ്പിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ഞാൻ ഒരു ദിവസം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു പോസ്റ്റ് തന്നെ ഒരു ആഡ് വന്നു. അപ്പം അത് വന്നപ്പോൾ ഞാൻ ആ കമ്പനിയിലുള്ള വേറൊരു ആളുമായിട്ട് ലിങ്ക്ഡിൻ വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ജസ്റ്റ് ഒന്ന് ആപ്ലിക്കേഷൻ ഇട്ട് നോക്കുക എന്ന് പറഞ്ഞു. അപ്പം ആപ്ലിക്കേഷൻ ഞാൻ ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കിയിട്ട് ഞാൻ തൈലം കൊണ്ട് ലാപ്ടോപ്പിൽ കുരിശ് വരച്ചു. കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ഞാൻ മനസ്സിലും വിചാരിച്ചു. കാരണം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സാധനം ക്ലൗഡ് തന്നെയാണ്. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് അവിടെ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. വേറെ ട്രെയിനിങ്ങിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കെ അന്ന് വൈകുന്നേരം ആ കമ്പനിയിലെ ഹെഡായിട്ടുള്ള ഒരാൾ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾക്ക് പെട്ടെന്നൊരു പ്രൊജക്റ്റ് റിക്വയർമെൻ്റ് ഉണ്ട്, ഇന്ന കാര്യങ്ങളിൽ ഇയാൾക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, പക്ഷേ എന്നാൽ കൂടിയും എനിക്ക് കാര്യങ്ങളൊക്കെ മറന്നുപോയി എൻ്റെ മനസ്സിൽ നിന്ന്. അപ്പം ഞാൻ എന്നാലും വളരെ കോൺഫിഡൻറ്റോടെ ഞാൻ പറഞ്ഞു, എനിക്ക് എല്ലാത്തിനും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് കുഴപ്പമില്ല, ഞാൻ നന്നായിട്ട് ചെയ്തോളാം എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പം അവരെന്നോട് പറഞ്ഞു, ഞങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാം, ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കട്ടെ, ഇൻ്റർവ്യൂ ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇൻ്റർവ്യൂ പ്രതീക്ഷിക്കുന്നില്ല, കാരണം വലിയ പ്രതീക്ഷയോടൊന്നും അല്ലായിരുന്നു ആ സാർ സംസാരിച്ചത് എന്നോട്. അപ്പം ഞാൻ വരത്തില്ല എന്ന് പ്രതീക്ഷിച്ച എൻ്റെ പഴയ റൊട്ടീൻ തന്നെ ഞാൻ ഫോളോ ചെയ്തുകൊണ്ടിരുന്നു. പ്രാർത്ഥിക്കും, അമ്മയായാലും ജപമാല ചൊല്ലും, കൂടെ ഇരിക്കും, അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഒരു ഹോപ്പ് എനിക്ക് നഷ്ടപ്പെട്ട് തുടങ്ങിയിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ അടുത്ത ദിവസം തന്നെ എന്നോട് വിളിച്ചിട്ട് ചോദിച്ചു, നാളെ ഫ്രീ ആയിരിക്കുമോ, നാളെ ഇൻ്റർവ്യൂ വയ്ക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നുവെന്ന്. അപ്പം എനിക്ക് പഠിച്ചതൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കയ്യിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നൊരു ബുക്കുണ്ട്, അതിനകത്തെല്ലാം ഞാൻ നോട്ട് ചെയ്യുമായിരുന്നു. ആ ബുക്ക് എൻ്റെ നാട്ടിലായിരുന്നു. അപ്പം എനിക്ക് ഒന്നും ഒരു ബാക്കപ്പ് ഇല്ല, ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാൻ പോലും. അപ്പോൾ ഞാൻ മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലെടുത്ത്, മാതാവേ എന്നെ കൈവിടല്ലേ, കാരണം ഇതെനിക്ക് അറിയാവുന്നൊരു ഫീൽഡാണ്, എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഓർമ്മ തന്നാൽ മതി എന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഇങ്ങനെ കാശുരൂപം പിടിച്ച് ഞാൻ പ്രാർത്ഥിച്ചു. രാവിലെ 10 മണിക്കായിരുന്നു എൻ്റെ ഇൻ്റർവ്യൂ. അപ്പം ഒരു 7 മണിയായപ്പോൾ തന്നെ ഞാൻ എഴുന്നേറ്റു. വലിയ പ്രിപ്പറേഷൻ ഒന്നും എനിക്കില്ല, കാരണം എനിക്ക് എൻ്റെ ആപ്ലിക്കേഷൻ ഇല്ല ഒന്ന് ചെയ്തു നോക്കാൻ. കാരണം നമ്മൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കറിയാം, നമുക്ക് ചെയ്തു നോക്കിയില്ലെങ്കിൽ നമുക്ക് തിയറി ബേസ് ചെയ്തൊന്നും നമുക്ക് ഇൻ്റർവ്യൂ ക്രാക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം എനിക്കറിയാവുന്ന കുറച്ച് യൂട്യൂബ് ട്യൂട്ടോറിയൽസ് മാത്രം ഞാൻ കണ്ടു, പക്ഷെ ഒന്നും അല്ല. അപ്പോഴത്തേക്കും ഞാൻ വളരെയധികം വിഷമിച്ചു. എന്നിട്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, മാതാവേ എനിക്ക് തരുമെങ്കിൽ തരണം, എനിക്ക് നന്നായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഫീൽഡ് ഇതാണ്, കാരണം ഇവിടെയാണ് എൻ്റെ കോൺഫിഡൻസ് എല്ലാം കിടക്കുന്നത്. ഞാൻ രാവിലെ 10 മണിക്ക് റെഡിയായി. അപ്പോഴേക്കും അമ്മ എൻ്റെ കയ്യിൽ തൈലവും ഉപ്പും കൊണ്ട് തന്നു. ഞാൻ തൈലം വെച്ച് നെറ്റിയിൽ കുരിശ് വരച്ചു, ഉപ്പെടുത്ത് ഞാൻ വിഴുങ്ങി നാവിൽ വെച്ചു. എന്നിട്ട് എൻ്റെ കയ്യിൽ കാശ് രൂപം തന്നിട്ട് എൻ്റെ അമ്മ പറഞ്ഞു, മോളെ മുറുക്കെ പിടിച്ചോ, ഇത് വെച്ച് നീ എൻ്റെ ഇൻ്റർവ്യൂ മൊത്തം നീ ചെയ്യണം. അപ്പോൾ അത്രയും നേരം ഞാൻ എൻ്റെ മനസ്സിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാനിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്ത് ഇങ്ങനെ ഞാൻ ചൊല്ലിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോഴേക്കും അവർ മീറ്റിംഗ് സ്റ്റാർട്ടായ സമയത്തേക്ക് ഞാൻ കണ്ണു തുറന്നപ്പോഴത്തേക്കും തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ എനിക്ക് ഒന്നും അറിയില്ല. ആ ക്വസ്റ്റ്യനിൽ തന്നെ എനിക്ക് ഒന്നും അറിയില്ല. ഞാൻ വിചാരിച്ചു,
കിട്ടില്ല, പോയി. അപ്പം ആദ്യം തന്നെ എൻ്റെ ഒരു പ്രശ്നം, എനിക്ക് ആദ്യത്തിൽ തന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഇങ്ങനെ കുറഞ്ഞു പോകും. അപ്പോഴത്തേക്കും രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വന്നു, എനിക്ക് നേരെ പറയാൻ പറ്റുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇൻ്റർവ്യൂസൊക്കെ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ലാസ്റ്റ് ഒരു കോൺഫിഡൻസ് കിട്ടും, ഇതെനിക്ക് കിട്ടും. പക്ഷേ ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞ സമയത്ത് എനിക്ക് ഈ കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അവർ 1 മണിക്കൂർ സ്കെഡ്യൂൾ ചെയ്ത ഇൻ്റർവ്യൂ 2 മണിക്കൂറിലോട്ട് പുഷായി അങ്ങ് നീണ്ട് സംസാരിച്ചങ്ങ് പോയി. പക്ഷേ ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഒരു 10 ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ എനിക്ക് ആ കൂടെ കോൺഫിഡൻസ് ആയിട്ട് ഒരു 4-5 ക്വസ്റ്റ്യൻ മാക്സിമം എന്തൊക്കെയോ പറയാൻ പറ്റി. അല്ലാതെ എനിക്ക് കറക്റ്റായിട്ടുള്ളൊരു ഉത്തരം ഒന്നിനും കൊടുക്കാനായിട്ട് എനിക്ക് പറ്റിയില്ല. പക്ഷേ ആ സമയത്തും മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. കാരണം എൻ്റെ കൂടെ കാശുരൂപം ഉണ്ടായിരുന്നു, എൻ്റെ നെറ്റിയിൽ തൈലവും നാവിൽ ഉപ്പും ഉണ്ടായിരുന്നു. അപ്പം ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഹസ്ബൻഡ് ഡോർ തുറന്ന് അകത്തോട്ട് വന്നിട്ട് ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു ഇൻ്റർവ്യൂ? ഞാൻ പറഞ്ഞ്, എനിക്ക് ഇൻ്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത്, പക്ഷേ എനിക്കൊന്നും പറയാൻ പറ്റിയില്ല, എനിക്കൊന്നും ഓർമ്മയില്ല. അതായിരുന്നു എൻ്റെ ഏറ്റവും വലിയ കുഴപ്പം. അപ്പം എൻ്റെ ഹസ്ബൻഡ് പറഞ്ഞു, സാരമില്ല, പോട്ടെ, ഇത് നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് കൂട്ടാം. അപ്പോഴും എൻ്റെ അമ്മയും അച്ഛനും പറഞ്ഞു, നമുക്ക് നോക്കാം, ചിലപ്പോൾ കിട്ടിയാലോ എന്ന്. അപ്പോഴും എനിക്ക് വിശ്വാസം ഇല്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞിട്ടില്ല ഇൻ്റർവ്യൂ, എൻ്റെ പെർഫോമൻസ് അങ്ങനെയല്ല എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞു. എൻ്റെ കയ്യിൽ അപ്പോഴും കാശ് രൂപമുണ്ട്. എൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റ് ഞാൻ ഇട്ടുകൊണ്ടിരിക്കുക. അവർ വിളിക്കുന്നവരെ എൻ്റെ കയ്യിലുണ്ട്. എൻ്റെ കയ്യിൽ പിടിക്കാൻ പറ്റുന്ന സമയത്തൊക്കെ ഞാൻ പിടിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴത്തേക്കും ഒരു 4-4:30 ആയപ്പം എന്നെ ആ ഹെഡ് ഓഫീസറായിട്ടുള്ള ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സംസാരിച്ചതിൽ ഒരുപാട് നന്ദി എന്നൊക്കെ ആദ്യം ഒരു ഇൻട്രൊഡക്ഷൻ തന്നു. അപ്പം ഞാൻ വിചാരിച്ചു, ഇല്ല, ഇയാളെ എടുക്കുന്നില്ല എന്നുള്ളൊരു കാര്യം പറയാനായിരിക്കും ഇത്രയും മുഖവരെ എന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്. പെട്ടെന്ന് അവരെന്നോട് പറയുകയാണ്, ഞങ്ങളുടെ സീനിയർ പോസ്റ്റായ ഒറാക്കിൾ ടെക്നിക്കൽ കൺസൾട്ടൻ്റ് ആയിട്ട് ഇയാൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോഴെൻ്റെ കയ്യിൽ കാശുരൂപമുണ്ട്. ഞാൻ മാതാവിന് അപ്പം തന്നെ ഒരു ഉമ്മ കൊടുത്തു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ച ഒരു വാർത്ത എൻ്റെ മാതാവ് എന്നെ കേൾപ്പിച്ചു. അതും ഞാൻ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് 1.5 മാസം ആയതേ ഉള്ളൂ. ഈ ഒരു ചുരുങ്ങിയ അളവിലൊക്കെ ജോലി കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ അനുഗ്രഹത്തിൻ്റെ ഒരു കൃപയും കൂടെയാണ്. അപ്പോഴത്തേക്കും എൻ്റെ അടുത്ത് പുള്ളിക്കാരൻ പറഞ്ഞു, ഇയാളെ സീനിയർ ലെവൽ പോസ്റ്റിൽ തന്നെയാണ് ഞങ്ങൾ എടുത്തേക്കുന്നത്. എനിക്ക് അത്യാവശ്യം നല്ല സാലറിയോടെയൊക്കെയുള്ള ഓഫർ ലെറ്റർ ഇപ്പം തന്നെ വരും. അത് ഇപ്പം തന്നെ സൈൻ ചെയ്ത് ഞങ്ങൾക്ക് പറ്റുമെങ്കിൽ തരണം, കാരണം പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ന്. അപ്പം എനിക്ക് ഒട്ടും വിശ്വാസം വരുന്നില്ല. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പ്രതീക്ഷിക്കാത്ത ഒരു ന്യൂസ് എൻ്റെ മനസ്സിൽ കേട്ടു. അപ്പോഴത്തേക്കും ഞാനൊന്ന് നാട്ടിൽ വരാൻ വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പം തന്നെ ഇതേ മാതാവ് എനിക്ക് ഈ ഒരു അനുഗ്രഹം തന്നു. ഞാൻ അപ്പം തന്നെ മനസ്സിലുണ്ട്, മാതാവേ ഞാനവിടെ എത്തിക്കോളാം എന്നൊരു വാക്ക് ഞാൻ മാതാവിന് കൊടുത്തു. കാരണം ഇത്രയും വലിയൊരു അനുഗ്രഹം എനിക്ക് മാതാവ് തന്നതിന് മാതാവിന് കോടാനുകോടി നന്ദി പറയുന്നു. ഞാൻ ഈ വരുന്ന 19-ാം തീയതി തിരിച്ച് ന്യൂസിലൻഡിലോട്ട് പോവുകയാണ്. 24th ഞാൻ ആ പുതിയ കമ്പനിയിലോട്ട് ജോയിൻ ചെയ്യുവാണ്. ആദ്യം അവരെന്നെ പാർട്ട് ടൈം പൊസിഷനിൽ എടുത്തെന്നാണ് ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് പറഞ്ഞാൽ, ചിലപ്പോൾ പാർട്ട് ടൈം ആയിരിക്കും. പക്ഷേ അതൊന്നും അല്ല മാതാവ് എനിക്ക് തന്നത്, ഫുൾ ടൈം പോസ്റ്റ് തന്നെയാണ് മാതാവ് എനിക്ക് തന്നത്. അതുമാത്രമല്ല, അവരെനിക്കൊരു ഉറപ്പും തന്നിട്ടുണ്ട്, ഇനി മുന്നോട്ടുള്ള എൻ്റെ വിസ, അതായത് PR-നും റെസിഡൻസിനും ഒക്കെ കമ്പനി എൻ്റെ കൂടെ നിൽക്കാം എന്ന് എൻ്റെ അടുത്ത് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. സോ ഇത് ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിനും അമ്മ മാതാവിനും തിരുക്കുമാറിനും കോടാനുകോടി നന്ദി. 44:8 ഭയപ്പെടേണ്ട, ധൈര്യം അവലംബിക്കുക. ഞാൻ പണ്ടേ പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടില്ലേ, നിങ്ങൾ എൻ്റെ സാക്ഷികളാണ്. ഞാനല്ലാതെ മറ്റൊരു ദൈവമുണ്ടോ? മറ്റൊരു ഉന്നത ശില എൻ്റെ അറിവിലില്ല. ദർശന ജോർജ് എന്ന ഈ മകൾ പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ ഉടമ്പടി എടുത്ത് ജീവിക്കുകയും നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൽ 2 പ്രധാന അനുഗ്രഹങ്ങൾ ലഭിച്ചതിനെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. ആദ്യത്തത് മകളുടെ പഠനത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ ഏതാണ്ട് 15 മിനിറ്റ് മാത്രം ആ ഫൈനൽ പ്രോജക്റ്റ് പേപ്പർ സബ്മിറ്റ് ചെയ്യുവാനായി അവശേഷിക്കുമ്പോൾ അതിൻ്റെ അനാലിസിസ്, അതിൻ്റെ റിസൾട്ടുകൾ അത് ഡിലീറ്റായി പോവുകയും അത്ര പെട്ടെന്ന് അത് എഴുതി കണ്ടെത്തുവാനോ നോക്കി എടുക്കുവാനോ പറ്റാത്ത വിധം വളരെ മാസങ്ങളെടുത്ത് ചെയ്തൊരു പ്രോജക്റ്റിൻ്റെ അതിൻ്റെ റിസൾട്ടും അനാലിസിസും നഷ്ടപ്പെട്ടതിൻ്റെ വലിയ വിഷമത്തിൽ പരിശുദ്ധ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് ലാപ്ടോപ്പിൽ നിന്ന് തന്നെ കണ്ടെത്തുവാനായിട്ട് അമ്മ മാതാവ് മകളെ സഹായിച്ചത്. മകൾ പറയുന്നുണ്ട്, ലാപ്ടോപ്പിൻ്റെ സ്ക്രീൻ മുകളിലോട്ട് തന്നെത്താനെ കയറിപ്പോകുന്നത് കാണുന്നുവെന്നും അങ്ങനെ കൂടെ ഇരിക്കുന്നവർ ആ അനാലിസിസ് മറ്റൊരിടത്ത് കണ്ടെത്തുകയും അത്
ശരിയായി പ്ലേസ് ചെയ്തുകൊണ്ട് അത് സബ്മിറ്റ് ചെയ്യുവാൻ സാധിച്ചു. അങ്ങനെ ആ പഠന പ്രക്രിയ വേഗത്തിൽ സമയത്ത് തന്നെ പൂർത്തീകരിക്കുവാൻ അമ്മ മാതാവ് സഹായിച്ചുവെന്ന്. അപകട സമയങ്ങളിൽ എപ്പോഴും ആശ്രയം പരിശുദ്ധ കൃപാസന മാതാവാണ്. അത് സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നിമിഷ നേരം കൊണ്ട് നമുക്ക് വേണ്ടി എന്താണോ നേടിത്തരേണ്ടത് അത് നേടിത്തരുവാൻ നമുക്ക് എപ്പോഴും ആശ്രയിച്ച് വിശ്വസിച്ച് കൂടെ കൂട്ടാമെന്ന അമ്മ കൂടെയാണ്. അതാണ് മകളുടെ വാക്കുകളിലൂടെ മകള് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. രണ്ടാമത്തത് മകളുടെ ജോലിക്ക് വേണ്ടിയുള്ള ഒരു പരിശ്രമമാണ്. അവിചാരിതമായി വന്ന ഒരു ഇൻ്റർവ്യൂ, അതങ്ങനെ വലിയ പ്രതീക്ഷയൊന്നും മകളതിൽ വെച്ചിട്ടില്ല. മുൻപ് ചെയ്തിരുന്ന ഒരു കമ്പനിയുടെ ക്ലൗഡിലുള്ള ഒരു മോഡൽ ആയതുകൊണ്ട് അത് കുറേ കൂടി ഹാൻഡി ആവും, എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് അത് ഈസി ആകും എന്ന് കരുതിയാണ് ആ ഇൻ്റർവ്യൂവിന് വേണ്ടി മകളെ തയ്യാറെടുക്കുന്നത്. പക്ഷേ ഇൻ്റർവ്യൂ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല, അതുകൊണ്ട് അതിനു വേണ്ടി ഒരുങ്ങിയില്ല. അത് ഒരു ദിവസം മുമ്പ് അറിയിക്കുമ്പോൾ വായിച്ചു നോക്കുവാനുള്ള മെറ്റീരിയലൊന്നും കയ്യിലില്ല. അങ്ങനെ ശരിക്കും നിസ്സഹായമായി പോകുന്ന ഒരവസ്ഥ. അത് മകൾ പറയുന്ന വാക്കുകൾ മുഴുവനും നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്നത് മാത്രമാണ്. തൻ്റെ കഴിവ് കൊണ്ടല്ല, തൻ്റെ ഓർമ്മ കൊണ്ടല്ല, താൻ അത്ര നാളും പഠിച്ചതിൻ്റെ മികവ് കൊണ്ടല്ല, മറിച്ച് ആ ചോദ്യങ്ങൾ ഓരോന്നും തിരികെ റിപ്ലൈ ചെയ്യുമ്പോൾ അത് ഒരുപക്ഷെ തനിക്ക് തന്നെ തൃപ്തിയാകുന്ന വിധത്തിൽ പറയുവാൻ സാധിക്കുന്നില്ല എന്നറിയാം. എങ്കിലും അമ്മ മാതാവ് കൈവിടാതെ കരം പിടിച്ചു. മകൾ ആ പരീക്ഷയുടെ ലാപ്ടോപ്പിൻ്റെ നമ്മുടെ ഈ പ്രോജക്റ്റ് സമർപ്പിക്കുന്ന സമയത്തും ഈ ഇൻ്റർവ്യൂ പങ്കെടുക്കുമ്പോഴും അവൾ പറയുന്നുണ്ട്, തൈലം പൂശി ഒരു നുള്ളു ഉപ്പെടുത്ത് നാവിൽ വെച്ച് അതോടൊപ്പം ഉടമ്പടി കാശ്രൂപം കരത്തിൽ ചേർത്ത് പിടിച്ച് അമ്മയിൽ ശരണപ്പെട്ട് പരിശുദ്ധമ്മയിൽ ആശ്രയിച്ച് അമ്മയ്ക്കെല്ലാം ഉടമപ്പെടുത്തിക്കൊണ്ട് അമ്മ മാതാവ് സഹായിക്കണമെന്ന പ്രത്യാശയോടുകൂടിയാണ് ഓരോ കാര്യവും ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ കൃപയും സംരക്ഷണവും തന്നെയാണ് മകൾ പോലും അത് പ്രതീക്ഷിക്കാതിരുന്ന ആ ഒരു ജോലി പരിശുദ്ധമ്മ മാതാവ് അത് ഹൈ റാങ്കോടുകൂടി നല്ല പൊസിഷനോടുകൂടി മകൾക്ക് നൽകുവാനായിട്ട് അനുവദിക്കുകയും മകൾ പറയുന്നുണ്ട്, ആ സാക്ഷ്യം പറയുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇപ്പോൾ ഈ അവധിക്ക് ഇങ്ങോട്ട് ഓടിയെത്തിയത്. കാരണം അത് അല്ലെങ്കിൽ അല്പം കൂടി നീട്ടിയെടുക്കാവുന്ന, അല്പം കഴിഞ്ഞ് വരാവുന്ന ഒരവധിയായിരുന്നു. പക്ഷേ അത് കമ്പനിയിൽ കയറുന്നതിന് മുമ്പ് എന്നെപ്പോലും എൻ്റെ കുടുംബത്തെപ്പോലും അത്ഭുതപ്പെടുത്തി പരിശുദ്ധ കൃപാസന മാതാവ് നൽകിയ വലിയ ഒരു അനുഗ്രഹമായിരുന്നു ഈ ജോലിയും അതിൻ്റെ എല്ലാ സാധ്യതകളും. അതിന് അമ്മ മാതാവിനൊരായിരം നന്ദി പറയുവാൻ മകൾ ഓടിയെത്തിയിരിക്കുന്നു. പ്രിയമുള്ളവരെ, സമയച്ചുരുക്കത്തിൻ്റെ അമ്മ, അസാധ്യതകളെ സാധ്യതകളാക്കി തരുന്ന അമ്മ, കൂടെ വന്ന് കൂടെ ഇരുന്ന് നമുക്കെന്താണോ ആവശ്യമുള്ളത് അവ നേടിത്തരുന്ന അമ്മയുടെ സാക്ഷ്യമാണ് ഈ മകൾ പങ്കുവയ്ക്കുന്നത്. മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.